ചെറുതുരുത്തിയിൽ സ്ത്രീയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് തെളിഞ്ഞു. ഭർത്താവ് തമിഴരസിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. അതിരപ്പിള്ളിയിലെ വനത്തിനുള്ളിൽ ആദിവാസി യുവതി മാസം തികയാതെ പ്രസവിച്ചു. നവജാത ശിശു മരിച്ചു. മുക്കമ്പുഴ ആദിവാസി ഊരിലെ സുബീഷ് മിനിക്കുട്ടി ദമ്പതികളുടെ ശിശുവാണ് പ്രസവത്തോടെ മരണപ്പെട്ടത്. വെള്ളാങ്കല്ലൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ UDF അംഗങ്ങൾ നടത്തിയ കുത്തിയിരിപ്പ് സമരത്തെ പരിഹസിച്ച് ഭരണസമിതി നേതൃത്വം. UDFന്റെ സമരം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. അതിരപ്പിള്ളിയിലെ വനത്തിനുള്ളിൽ ആദിവാസി യുവതി മാസം തികയാതെ പ്രസവിച്ചു. നവജാത ശിശു മരിച്ചു. മുക്കമ്പുഴ ആദിവാസി ഊരിലെ സുബീഷ് മിനിക്കുട്ടി ദമ്പതികളുടെ ശിശുവാണ് പ്രസവത്തോടെ മരണപ്പെട്ടത്. തിങ്കളാഴ്ച രാവിലെ 9:30 വാഴച്ചാൽ റേഞ്ചിലെ പരടിവനത്തിൽ വെച്ചായിരുന്നു സംഭവം. താമസ സ്ഥലത്തു നിന്നും 7 കിലോമീറ്ററോളം ഉൾക്കാട്ടിലായിരുന്നു ദമ്പതികൾ ഉണ്ടായിരുന്നത്. 7 മാസത്തോളം ഗർഭിണിയായ യുവതി ഭർത്താവിനൊപ്പം വനവിഭവങ്ങൾ ശേഖരിക്കുവാൻ 2 ദിവസം മുൻപാണ് വനത്തിനുള്ളിലേക്ക് പോയത്. കുഞ്ഞ് മരിച്ചതിനെ തുടർന്ന് ആരോഗ്യ പ്രവർത്തകരുടെ സഹായം തേടുകയായിരുന്നു. ഇതിനെ തുടർന്ന് വനം വകുപ്പും ആരോഗ്യ പ്രവർത്തകരും രാവിലെ മുതൽ ഇവരെ വനത്തിനുള്ളിൽ തിരഞ്ഞെങ്കിലും ഉച്ചതിരിഞ്ഞ് 4 മണിയോടെയാണ് കണ്ടെത്തുവാൻ സാധിച്ചത്. റോഡ് മാർഗം കൊണ്ടുവരാൻ സാധിക്കാതെ വന്നതോടെ പുഴയും തോടും പെരിങ്ങൽകൂത്ത് ഡാമിന്റെ റിസർവോയറുമെല്ലാം സ്ട്രെച്ചറിൽ ചുമന്ന യുവതിയെ ബോട്ടിലെത്തിച്ച് അവിടെ നിന്ന് കാടിന് പുറത്തെത്തിക്കുകയായിരുന്നു. ദമ്പതികൾക്ക് 2 കുട്ടികൾ വേറെയുമുണ്ട്. ശക്തമായ മഴ രക്ഷാപ്രവർത്തനത്തെ ബാധിച്ചെങ്കിലും മഴയെ അവഗണിച്ചാണ് വനത്തിനുള്ളിൽ നിന്ന് ആരോഗ്യ പ്രവർത്തകരും 108 ആംബുലൻസിലെ ഡ്രൈവറും മറ്റും ചേർന്ന് ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചത്. ആരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ രഞ്ജിത്ത് ഗോപിനാഥ്, JHI MM മനോജ്, ആരോഗ്യ പ്രവർത്തകരായ R തങ്കഭായ്, ജോമി സി ജെയിംസ്, M മഹേഷ്, ഡെപ്യൂട്ടി റേഞ്ചർ KO ജോയ്, വനപാലകരായ PS ഷിജിൻ, ജോർജ് അഗസ്റ്റിൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഇവരെ കാടിനുള്ളിൽ നിന്നും ആശുപത്രിയിലേക്ക് എത്തിച്ചത്. മീഡിയ ടൈം, ചാലക്കുടി. വെള്ളാങ്കല്ലൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ UDF അംഗങ്ങൾ നടത്തിയ കുത്തിയിരിപ്പ് സമരത്തെ പരിഹസിച്ച് ഭരണസമിതി നേതൃത്വം. UDFന്റെ സമരം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MM മുകേഷ് വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. UDFനെതിരെ കടുത്ത വിമർശനമാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നടത്തിയത്. വെള്ളാങ്കല്ലൂർ പഞ്ചായത്തിൽ UDF നടത്തിയ സമരങ്ങൾ പ്രഹസനവും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതുമാണെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MM മുകേഷ് പത്രസമ്മേളനത്തിൽ അറിയിച്ചു. മുസാഫരിക്കുന്നിലെ മണ്ണിടിച്ചിൽ പ്രദേശത്തെ 21 വീടുകൾക്ക് സർക്കാർ 10 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. സ്ഥലം വാങ്ങുന്നതിന് 6 ലക്ഷം, വീട് വയ്ക്കുന്നതിന് 4 ലക്ഷം രൂപ ഉൾപ്പെടെയാണ് 10 ലക്ഷം രൂപ നൽകുക. ഇതിൽ സ്ഥലം കണ്ടെത്തി സ്വന്തം പേരിൽ തീറാക്കുന്നവർക്ക് തുക നൽകും. ഇതിൻ പ്രകാരം 2 പേർക്ക് പണം നൽകിയിട്ടുണ്ട്. 2 പേർക്ക് ഉടനെ നൽകുമെന്നും പ്രസിഡന്റ് പറഞ്ഞു. സർക്കാരിൻ്റെ ഫണ്ട് വെച്ചുകൊണ്ടുള്ള അനുവദിച്ചുകൊണ്ടുള്ള 21 പേരുടെ ലിസ്റ്റ് അടക്കം വരികയുണ്ടായി. ആ ലിസ്റ്റ് പ്രകാരം വന്നതിൻ്റെ ഭാഗമായിട്ട് അവരോട് നേരത്തെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഭൂമി വാങ്ങുമ്പോൾ 6 ലക്ഷം രൂപ ഭൂമിക്കാണ്. ആ ഭൂമി വാങ്ങുമ്പോൾ അവരെ പേരിൽ തീരെഴുതി, ആരെ കയ്യിൽ നിന്നാണോ വാങ്ങുന്നത് അത് തീരെഴുതി കൊണ്ടുവന്ന് അത് നമ്മുടെ താലൂക്ക് ഓഫീസിൽ സമർപ്പിക്കണം. തഹസിൽദാരുടെ അടുത്ത് താലൂക്ക് ഓഫീസിൽ സമർപ്പിക്കണം. പക്ഷേ ഈ ഭൂമിയായിട്ട് ബന്ധപ്പെട്ട് 21 പേർക്കെന്ന് പറയുമ്പോൾ 2 കോടി 10 ലക്ഷം രൂപയോളം വരും. 4 പേർക്കാണ് ഈ ആധാരം ഇവരെ പേരിലാക്കിക്കൊണ്ട് അവർക്ക് കൈമാറിയിട്ടുണ്ട്. ആ കൈമാറിയതിൻ്റെ അടിസ്ഥാനത്തിൽ 4 പേരിൽ 2 പേർക്ക് 10 ലക്ഷം രൂപ പൂർണ്ണമായിട്ട് കൊടുത്തു കഴിഞ്ഞു. 2 പേർക്കുള്ള പൈസ ഉടനടി കൊടുത്തു തീർന്നു. ബാക്കിയുള്ളവർ ഇവരെ പേരിൽ ഭൂമിയാക്കിക്കൊണ്ട് കൈമാറിയിട്ടില്ല എന്നാണ് തഹസിൽദാർ നമുക്ക് തന്നിട്ടുള്ള റിപ്പോർട്ട്. അപ്പോൾ ഇത് ഉടനടി ചെയ്തുകൊണ്ട് ഞങ്ങൾ കൈമാറാനായിട്ട് നമ്മൾ പറയുന്നു. അപ്പോൾ ഇവർക്കൊക്കെ ഉള്ള ഒരു ചെറിയൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കണ്ട് കേട്ട് അറിവാണ്. തഹസിൽദാരെ നമ്മൾ വിളിച്ചപ്പോൾ അവിടെ നിന്ന് ചെന്ന് കാണുന്ന ഭൂമി
ഒന്നില്ലെങ്കിൽ നിലത്തിലങ്ങാനായിരിക്കും ഇവർ ചെന്ന് പറയുന്ന ഭൂമി ഇതാണ്. പിന്നെ മുസാഫിരിക്കുന്നിൽ തന്നെ മണ്ണിടിച്ചിലുള്ള ഭാഗങ്ങളിൽ മുസാഫിരിക്കുന്നിൽ നിന്ന് മാറ്റി പാർപ്പിക്കാൻ തീരുമാനിക്കുമ്പോൾ മുസാഫിരിക്കുന്നിൽ തന്നെ സ്ഥലം വാങ്ങാനായിട്ട് നോക്കുമ്പോൾ അത് എന്തായാലും സമ്മതിക്കില്ല. അത് അവിടെ നിന്ന് മാറിയാണ് താമസിക്കാൻ പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട്. ലൈഫ് പദ്ധതിയിലും വീട് വാങ്ങേണ്ടവർക്ക് തന്നെയുള്ള സ്ഥിതി. 6 ലക്ഷം രൂപയാണ് വീട് വാങ്ങുന്നതിന് നമുക്ക് കിട്ടുക. അതിൽ സ്ഥലം വാങ്ങുന്നതിന് 2 ലക്ഷം രൂപയുണ്ട്. ആ 2 ലക്ഷം രൂപ ഇതേപോലെ തന്നെ ആധാരമാക്കി അവരുടെ പേരിൽ മാറ്റിക്കഴിഞ്ഞാൽ അവരുടെ അക്കൗണ്ടിലേക്ക് കൈമാറുന്ന സ്ഥിതിയിലാണ് അത് ചെയ്തു വരുന്നത്. നാളിതുവരെ 312 പേരാണ് നമ്മുടെ കരാറിൽ ഒപ്പിട്ടിട്ടുള്ളത്. 221 പേർക്ക് വീടുകൾ പൂർത്തീകരിച്ചിട്ടുള്ളതാണ്. 95 പേർക്കായിട്ട് ഗ്രാമപഞ്ചായത്ത് ജനറൽ SC വിഭാഗത്തിനായിട്ട് ഫണ്ട് നമ്മൾ ഓൺ ഫണ്ടിൽ നിന്ന് തന്നെ വെക്കാനായിട്ട് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള നിർമ്മാണ പ്രവർത്തനത്തിൻ്റെ ഇലക്ഷനൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ചാലിലേക്ക് വന്നു തുടങ്ങിയിട്ടുള്ളൂ. അടുത്ത് തന്നെ ഫണ്ടുകൾ കൈമാറിക്കൊണ്ട് അതിൻ്റെ പ്രവർത്തന രംഗത്ത് മുന്നോട്ട് പോകാനായിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത്. ബാക്കിയുള്ളവർ സ്ഥലം കണ്ടെത്തുന്നതനുസരിച്ച് ഫണ്ട് പാസാക്കാൻ കളക്ടർക്ക് അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. NICയുടെ സോഫ്റ്റ്വെയർ തകരാർ മൂലം തടസ്സപ്പെട്ട പെൻഷൻ മസ്റ്ററിംഗ് സർക്കാർ നിർത്തിവെച്ചിരിക്കുകയാണ്. ഇത് വീണ്ടും നിർത്തിവെക്കുക എന്നതാണ് സമരത്തിലെ മറ്റൊരു വിഷയം. കൂടാതെ UDF ഭരണകാലത്ത് നിർജ്ജീവമായി കിടന്ന അറവുശാല ഇപ്പോൾ പ്രവർത്തന സജ്ജമായിട്ടുണ്ട്. പഞ്ചായത്തിൽ ഭരണപക്ഷം പ്രതിപക്ഷം എന്ന വേർതിരിവില്ലാതെയാണ് തീരുമാനമെടുത്തിരുന്നത്. വസ്തുതകളെല്ലാം അറിഞ്ഞിരുന്നിട്ടും വിവിധ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെയുള്ള UDFന്റെ സമരം രാഷ്ട്രീയ പ്രേരിതമാണെന്നും പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു. വെള്ളാങ്കല്ലൂരിൽ നടന്ന പത്രസമ്മേളനത്തിൽ വൈസ് പ്രസിഡന്റ് ഫസ്ന റിയാസ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ ഷറഫുദ്ദീൻ എന്നിവരും പങ്കെടുത്തു. മീഡിയ ടൈം, വെള്ളാങ്കല്ലൂർ. ചാലക്കുടി നഗരസഭ ബസ് സ്റ്റാൻഡിലെ കംഫർട്ട് സ്റ്റേഷൻ അടച്ചുപൂട്ടിയത് യാത്രക്കാർക്കും ജീവനക്കാർക്കും ദുരിതമായി മാറുന്നു. സൗത്ത് ബസ് സ്റ്റാൻഡിലെ കംഫർട്ട് സ്റ്റേഷനാണ് കുറച്ച് ദിവസങ്ങളായി അടഞ്ഞുകിടക്കുന്നത്. സ്ത്രീകളും വിദ്യാർത്ഥികളും അടക്കം നിരവധി പേർ എത്തുന്ന ബസ് സ്റ്റാൻഡിലെ കംഫർട്ട് സ്റ്റേഷനാണ് അടച്ചുപൂട്ടിയത്. ബസ് സ്റ്റാൻഡ് കോംപ്ലക്സിൽ പ്രവർത്തിക്കുന്ന 70-ൽ പരം സ്ഥാപനങ്ങളിലായി 100ഓളം ജീവനക്കാരുമുണ്ട്. ഇവിടത്തെ ജീവനക്കാരും ഈ കംഫർട്ട് സ്റ്റേഷനെയാണ് ആശ്രയിച്ചിരുന്നത്. ബസ്സിലെ ജീവനക്കാർക്കും ആശ്രയമായിരുന്നു. കംഫർട്ട് സ്റ്റേഷൻ അടച്ചത് ഇവർക്കും ദുരിതമായി മാറിയിരിക്കുകയാണ്. കംഫർട്ട് സ്റ്റേഷൻ തുറന്ന് പ്രവർത്തിക്കാൻ നഗരസഭയുടെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടാകുന്നില്ല. എത്രയും പെട്ടെന്ന് കംഫർട്ട് സ്റ്റേഷൻ തുറക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മീഡിയ ടൈം, ചാലക്കുടി. ചെറുതുരുത്തിയിൽ സ്ത്രീയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് തെളിഞ്ഞു. ഭർത്താവ് തമിഴരസനെ പോലീസ് അറസ്റ്റ് ചെയ്തു. തമിഴ്നാട് സ്വദേശി സെൽവിയാണ് കൊല്ലപ്പെട്ടത്. ഇന്നലെ രാവിലെയാണ് സെൽവിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തമിഴ്നാട് കള്ളക്കുറിച്ചി സ്വദേശിയാണ് ഇയാൾ. തുടർന്ന് പോലീസ് എത്തി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി അയച്ചു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് മരണം കൊലപാതകമാണെന്ന് തെളിഞ്ഞത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചതിന് പിന്നാലെ പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിച്ചു. സംഭവത്തിൽ തമിഴരസനെ അറസ്റ്റ് ചെയ്തു. സ്വകാര്യ ഭാഗത്ത് മരവടി കുത്തിക്കയറ്റിയായിരുന്നു കൊലപാതകം. പ്രതി കൃത്യം നടത്തിയത് മദ്യലഹരിയിലാണെന്ന് പോലീസ് പറഞ്ഞു. ചെറുതുരുത്തി പാലത്തിനടിയിൽ വെച്ച് ഭാര്യയെ ക്രൂരമായി കൊലപ്പെടുത്തിയതിനു ശേഷം മൃതദേഹം തൊട്ടടുത്ത വെയിറ്റിംഗ് ഷെഡിൽ ഉപേക്ഷിക്കുകയായിരുന്നു. മീഡിയ ടൈം, തൃശൂർ. ഇനി നാട്ടിൽ നടന്നത്. ചാലക്കുടി കാനനപാതയിൽ കബാലി വീണ്ടും ഗതാഗതം സ്തംഭിപ്പിച്ചു. അന്തർ സംസ്ഥാന പാതയിൽ മലക്കപ്പാറയ്ക്ക് സമീപം ശാന്തംപാറ 46 മൈൽ ഭാഗത്താണ് ആന റോഡിലിറങ്ങി ഗതാഗതം സ്തംഭിപ്പിച്ചത്. തിങ്കൾ വൈകിട്ട് 4:15ഓടെയായിരുന്നു സംഭവം. അരമണിക്കൂറോളം റോഡിലിറങ്ങി നിന്ന ആന പിന്നീട് വനത്തിലേക്ക് കയറിപ്പോവുകയും ചെയ്തു. വിനോദസഞ്ചാരികൾ റോഡിലിറങ്ങി ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചതാണ് ആനയെ പ്രകോപിപ്പിച്ചത്. തുടർന്നാണ് കബാലി റോഡിൽ നിലയുറപ്പിച്ചത്. ഒരാഴ്ചയ്ക്കുള്ളിൽ ഇത് 3ാം തവണയാണ് കബാലി റോഡിലിറങ്ങി ഗതാഗതം തടസ്സപ്പെടുത്തുന്നത്. സംസ്ഥാന വിത്തുൽപാദന കേന്ദ്രമായ കോടശ്ശേരി ഫാമിൽ നിന്നും അകാരണമായി പിരിച്ചുവിട്ട തൊഴിലാളി ഷീല ചന്ദ്രനെ തിരിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ട് കേരള സ്റ്റേറ്റ് ഗവൺമെന്റ് ഫാം വർക്കേഴ്സ് യൂണിയൻ CITUവിന്റെ നേതൃത്വത്തിൽ ഫാമിന് മുന്നിൽ അനിശ്ചിതകാല സമരം ആരംഭിച്ചു. CITU ചാലക്കുടി ഏരിയ സെക്രട്ടറി EA ജയതിലകൻ ഉദ്ഘാടനം ചെയ്തു. VK ദേവാനന്ദൻ അധ്യക്ഷനായി. CPIM ഏരിയ സെക്രട്ടറി KS അശോകൻ,
സദാനന്ദ ശങ്കർ, CA വേലായുധൻ, S സുകേഷ്, PC പ്രദീപ്, V ഷിബു, K മോഹനൻ എന്നിവർ സംസാരിച്ചു. പൊതുസമൂഹത്തിനോടുള്ള ധാർഷ്ട്യത്തിനെതിരെയുള്ള വിജയമായിരുന്നു കേരയിൽ സിൽവർ ലൈൻ സമരമെന്ന് മാരിയ അബു. വികസന പദ്ധതികൾ പൊതുസമൂഹത്തിന് ഗുണകരമായ രീതിയിലുള്ള പദ്ധതികൾ ആവണം. ഒരു നാടിനെ മുഴുവൻ ഇല്ലാതാക്കിക്കൊണ്ട് കേരയിൽ സിൽവർ ലൈൻ പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കുവാൻ ശ്രമിച്ചപ്പോൾ അതിനെതിരെ ഉണ്ടായ ജനവികാരം അതിൻ്റെ മറ്റൊരു മാതൃകയാണെന്നും എറിയാട് പഞ്ചായത്തിലെ ഏറ്റവും വികസിതമായ പ്രദേശത്തെ തച്ചുടച്ചുകൊണ്ട് അതിലൂടെ തന്നെ തീരദേശ ഹൈവേ നടപ്പാക്കുമെന്ന് അധികൃതരുടെ വാശിക്കെതിരെ പൊതുസമൂഹം നടത്തുന്ന സമരം വിജയിക്കുമെന്നും മത്സ്യത്തൊഴിലാളികൾക്കും സാധാരണക്കാരായ ജനങ്ങൾക്കും ഉപകാരപ്രദമായ രീതിയിൽ തീരദേശത്തു കൂടി തന്നെ ഈ ഹൈവേ നടപ്പിലാക്കാൻ ഈ സമരത്തിന് കഴിയുമെന്നും മാരിയ അബു പറഞ്ഞു. കോണത്തുകുന്ന് ഗവൺമെന്റ് UP സ്കൂൾ വായന പക്ഷാചരണം സമാപിച്ചു. വിദ്യാർത്ഥികളുടെ വിവിധ മത്സരങ്ങൾ, ഹ്രസ്വചിത്ര പ്രദർശനം, വായനശാല പ്രവർത്തകരുമായ സംവാദം തുടങ്ങിയവ നടന്നു. ഇഷ്ടത്തോടെ എന്ന പേരിൽ നടത്തിയ ആഘോഷങ്ങളുടെ സമാപന സമ്മേളനം വെള്ളാങ്കല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് MM മുകേഷ് ഉദ്ഘാടനം ചെയ്തു. വാർഡംഗം K കൃഷ്ണകുമാർ അധ്യക്ഷനായി. വെള്ളാങ്കല്ലൂർ പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി സുജൻ പൂപ്പത്തി മുഖ്യാതിഥിയായിരുന്നു. MK മോഹനൻ, അസ്മാ B ലത്തീഫ്, AK മജീദ്, മെഷൂഖ് കരൂപ്പടന, PS ഷക്കീന, AV പ്രകാശ്, M ലീന, N രാജശ്രീ, PS സരിത തുടങ്ങിയവർ പ്രസംഗിച്ചു. വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് കൊമ്പത്തുകടവ് ഡിവിഷൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് LDF തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചു. മാണിയങ്കാവിൽ നടന്ന കൺവെൻഷൻ CPIM തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസ് ഉദ്ഘാടനം ചെയ്തു. ഈ തെരഞ്ഞെടുപ്പിൽ 18ാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വർഗീയ ശക്തികളെ പരാജയപ്പെടുത്തും. BJP അധികാരത്തിൽ നിന്ന് മാറ്റാൻ കഴിയണം. നരേന്ദ്രമോദി സർക്കാരിൻ്റെ പരാജയം, കേന്ദ്ര സർക്കാരിൻ്റെ പരാജയം ഉറപ്പാക്കാൻ കഴിയണമെന്ന കേന്ദ്ര രാഷ്ട്രീയ മുദ്രാവാക്യമാണ് രാജ്യത്തെ ജനങ്ങളുടെ മുമ്പിൽ വെച്ചത്. നിങ്ങൾക്കറിയുന്ന കാര്യം ഞാനൊന്ന് ഓർമ്മപ്പെടുത്തുന്നു എന്ന് മാത്രം വിചാരിച്ചത്. അപ്പോൾ RSSനെ അതിൻ്റെ രാഷ്ട്രീയ മുഖമായിട്ടുള്ള BJPയെ പരാജയപ്പെടുത്തി പകരം ഒരു മതനിരപേക്ഷ ഗവൺമെന്റ് KV വസന്തകുമാർ, PK ഡേവിസ്, KC വർഗീസ്, ES ശശിധരൻ, TK സന്തോഷ്, TN വേണു, VN രാജേഷ് എന്നിവർ സംസാരിച്ചു. ജൂലൈ 30-നാണ് ഇലക്ഷൻ. കൊടുങ്ങല്ലൂർ P ഭാസ്കരൻ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിജയോത്സവം സംഘടിപ്പിച്ചു. നഗരസഭ ചെയർപേഴ്സൺ TK ഗീത ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് KS കൈസാബ് അധ്യക്ഷത വഹിച്ചു. തൃശൂർ റേഞ്ച് സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് സൂപ്രണ്ട് ഓഫ് പോലീസ് V വാഹിദ് മുഖ്യാതിഥിയായിരുന്നു. നഗരസഭ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് VS ദിനൽ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ഷീല പണിക്കശ്ശേരി, LC പോൾ, കൊടുങ്ങല്ലൂർ AEO മൊയ്തീൻകുട്ടി, പ്രിൻസിപ്പൽ രാജശ്രീ, BPC PM മോഹൻരാജ്, SMC ചെയർമാൻ ഉണ്ണി പണിക്കശ്ശേരി, PTA വൈസ് പ്രസിഡന്റ് EA ഇക്ബാൽ, ഹെഡ് മാസ്റ്റർ PK സുനിൽ കുമാർ, AK ഷീജ തുടങ്ങിയവർ സംസാരിച്ചു. ചാലക്കുടി മഹിളാ ഐക്യവേദിയുടെ നേതൃത്വത്തിൽ കൗമാരക്കാരായ വിദ്യാർത്ഥിനികൾക്കായി 13-ന് ടൗൺ ഹാളിൽ കുമാരി സംഗമം നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സംഗമത്തിൽ വിവിധ ജില്ലകളിൽ നിന്നായി 1500ഓളം പേർ പങ്കെടുക്കും. ഗായിക കുമാരി രേണുക ഉദ്ഘാടനം ചെയ്യും. വാർത്താസമ്മേളനത്തിൽ ഭാരവാഹികളായ ബിന്ദു മോഹൻ, KP അഞ്ജന, ദേവകി അന്തർജനം, ഷൈന പുഷ്പാകരൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പരിപാടികൾ വിശദീകരിച്ചു. വ്യാപാരി വ്യവസായ സമിതി കൊടുങ്ങല്ലൂർ യൂണിറ്റ് കൺവെൻഷൻ നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് പ്രദീപ് കുമാർ അധ്യക്ഷനായി. സമിതി ഏരിയ പ്രസിഡന്റ് ഗിരീഷ് കുമാർ വ്യാപാരമിത്ര അംഗത്വ വിതരണം നടത്തി. നഗരസഭാ കൗൺസിലർ KR ജൈത്രൻ വ്യാപാരികളെ ആദരിച്ചു. യൂണിറ്റ് സെക്രട്ടറി അമർലാൽ, നഗരസഭാ കൗൺസിലർ PN വിനയചന്ദ്രൻ, ഏരിയ സെക്രട്ടറി സച്ചിൻ കാട്ടിൽ എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും.
ചെറുതുരുത്തിയിൽ സ്ത്രീയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് തെളിഞ്ഞു. ഭർത്താവ് തമിഴരസിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. അതിരപ്പിള്ളിയിലെ വനത്തിനുള്ളിൽ ആദിവാസി യുവതി മാസം തികയാതെ പ്രസവിച്ചു. നവജാത ശിശു മരിച്ചു. മുക്കമ്പുഴ ആദിവാസി ഊരിലെ സുബീഷ് മിനിക്കുട്ടി ദമ്പതികളുടെ ശിശുവാണ് പ്രസവത്തോടെ മരണപ്പെട്ടത്. വെള്ളാങ്കല്ലൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ UDF അംഗങ്ങൾ നടത്തിയ കുത്തിയിരിപ്പ് സമരത്തെ പരിഹസിച്ച് ഭരണസമിതി നേതൃത്വം. UDFന്റെ സമരം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.